ചോദിക്കാം, എന്താണ് പാസ്റ്ററെ, എന്താണ് ഉപദേശി, പാസ്റ്ററയ്യ, എന്താണ് ഞങ്ങൾ വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ, എന്താണ് ഞങ്ങൾ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്ന് പറഞ്ഞു തരാമോ? പൗലോസേ, ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്താണ് മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളെന്ന്? റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ, വ്യർത്ഥരായി തീർന്നു, വ്യർത്ഥമായത് ചെയ്യുന്നു. എന്താ വ്യർത്ഥമായത്? മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട്, ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നു. മനസ്സിലായോ? സകലതും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ പുറത്തുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ അവർ പറയും, ദൈവമൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമില്ലെന്നൊരു ചിന്ത ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾ പറയും, ദൈവമുണ്ട്. അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അകത്തുണ്ട് ദൈവത്തിന്റെ കരം. ഇല്ലേ സഹോദരിമാരെ? ഇല്ലേ? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ എന്തറിയാം? ദൈവം ഉണ്ടെന്നറിയാം. എങ്ങനെ അറിയാം? തലയിലിരിക്കുന്ന ഈ കറുത്ത സാധനം എന്താ പേര്? മുടി. താടിയായി വളർന്നിറങ്ങുന്ന എന്താണ്? മുടി. മീശയായി വളർന്നു വരുന്ന എന്താ? മുടി. പുരികമായി വരുന്ന എന്താ? മുടി. കണ്ണിന്റെ പീലിയോ? കണ്ണിന്റെ പീലി, മുടി. ഇതെല്ലാം മുടിയല്ലേ? എന്നാൽ തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ വെച്ച വ്യവസ്ഥ, തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കോളാൻ പറഞ്ഞു. കൺപീലിയോട് പറഞ്ഞു, പരിധി വിട്ട് വളരരുത്. ആര് വെച്ച നിയമം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ജനിച്ച കാലം മുതൽ തലമുടി വളരുന്ന പോലെ, താടി വളരുന്ന പോലെ, മീശ വളരുന്ന പോലെ കൺപീലിയും വളർന്നെങ്കിലോ? ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചു വെച്ച് ആരാടി അവിടെ പ്രസംഗിക്കുന്നത്? ഷട്ടർ പൊക്കി വെക്കുന്ന പോലെ. യോ, എന്തൊരു ഗതികേട്! ഒരു കൈ അതിനു വേണ്ടി തന്നെ എപ്പോഴും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. വേണ്ട, വേണ്ട. ഈ നെയ്യാറ്റിൻകര കരമന ഈ റോഡ് 6 വരി പാതയാട്ടൊക്കെ നല്ല വികസിപ്പിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ? നെയ്യാറ്റിൻകരയിൽ നിന്ന് കരമനയിലോട്ട് പോകുന്ന വഴി എന്ത് വീതിയാട്ടൊക്കെ ചെയ്തിട്ടിരിക്കുക അല്ലേ? എന്നിട്ടും എത്ര വണ്ടിയാണ് ഡെയിലി തമ്മിൽ ഇടിച്ച സൈഡിൽ കിടക്കുന്നത് അല്ലേ? അല്ലേ? കണ്ണുകൾ ഉയർത്തി ആകാശമണ്ഡലത്തിലേക്ക് നോക്കിയേ, സൗരയൂഥങ്ങളിലേക്ക് നോക്കിയേ. ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചോണ്ടിരിക്കുവാണോ? ആണോ? ഈ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെല്ലാം കൃത്യമായി ഒന്നിനോട് ഡെയിലി 2 എണ്ണം ഡെയിലി ആക്സിഡന്റ് ഉണ്ടോ? ഡ്രൈവർ ഉണ്ടായിട്ടാണോ? ഡ്രൈവർ ഉറങ്ങിപ്പോയി, അങ്ങനെ വാർത്തയുണ്ടോ? അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തൻ ദൈവമില്ലേ? സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും, മനുഷ്യനെ നിർമ്മിച്ച സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നുവെന്ന്. എന്താണ് അവർ വ്യർത്ഥമായി ചെയ്തതെന്ന് അറിയണ്ടേ? അറിയണം. വായിക്കേ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇപ്പൊ മനുഷ്യന്റെ അകത്തൊരു ചിന്ത കയറി. എന്താ? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്താ വാക്കിന്റെ അർത്ഥം?
എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം, ഞാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയി പഠിച്ച ആളാ, എന്നെ ഇതൊന്നും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാമെന്നാണ് മനുഷ്യന്റെ ചിന്ത. സത്യത്തിൽ ഇവൻ ഒരു കുന്തവും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ ഈ നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, ഉദാഹരണം ക്യാൻസർ. നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി എന്നിട്ട് പറയാ, ചാക്കോച്ച ക്യാൻസർ ആണെന്നൊക്കെ കേട്ടല്ലോ, അറിയാൻ ഇച്ചിരി താമസിച്ചു പോയി അമ്മാമ്മേ. ചാക്കോച്ച ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ അമ്മാമ്മേ? ദേ അപ്പുറത്തൊരു ചർച്ച ഉള്ളതറിയാവോ? ഏത്? ഇല്ല, പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ചർച്ച്. ഇല്ല, വെന്തിക്കോസുകാരുടെ ചർച്ച്. അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. വലിയ ദൈവപ്രവൃത്തിയൊക്കെയാ വെളിപ്പെടുന്നത്. ചാക്കോച്ചൻ ഒന്ന് അങ്ങോട്ട് പോന്നോ, ക്യാൻസറൊക്കെ ദൈവം സൗഖ്യമാക്കിയാലോ. ഉടനെ ചാക്കോച്ചൻ പറയുന്ന ഡയലോഗ് എവിടെ? പെന്തിക്കോസുകാരുടെ അടുക്ക. ഞാൻ എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബകഥ ഏതാണെന്നറിയാമോ? 5 അച്ഛന്മാരുള്ള കുടുംബമായത്, 2 കന്യാസ്ത്രീയും. ഞങ്ങൾ പെന്തിക്കോസുകാരുടെ അടുക്ക പോകാനും അതിനേക്കാൾ നല്ലത് ക്യാൻസർ വന്ന് ചാകുന്ന, നീ പോകാൻ പറഞ്ഞു. മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. പെന്തിക്കോസ് അമ്മാമ്മ ഇങ്ങ് പോരുന്നു. അപ്പൊ വേറൊരാൾ ചെന്നിട്ട് ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ച വയനാട്ടിൽ കേളു വൈദ്യൻ എന്ന് പറഞ്ഞ ഒരു വൈദ്യനുണ്ട്, എല്ലാ രോഗവും മാറ്റുമെന്നാ കേൾക്കുന്നേ, പോയാലോ? ഉടനെ ചാക്കോച്ചൻ, എടുക്കടാ വണ്ടി, വിടടാ വയനാട്. വിട്ടു, നേരെ വയനാട്. കേളു വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ചാക്കോച്ച ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല, ഒരു കാര്യം ചെയ്യും, കർണാടകയിൽ ഒരു കക്ഷിയുണ്ട്, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. വിടടാ വണ്ടി, വയനാട്ടിൽ നിന്ന് നേരെ മൈസൂർ വഴി കർണാടകയ്ക്ക് വിടാൻ പറഞ്ഞു. കർണാടക വിട്ടു. കർണാടകയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഇത് ഇച്ചിരി കൂടിപ്പോയി, എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, സാറ് നേരെ ഡൽഹിക്ക് വിട്ടോ, അവിടെ കേന്ദ്രമന്ത്രിമാർക്ക് വേണ്ടി ചികിത്സിക്കുന്ന ഒരു പ്രത്യേക വിങ് ഇപ്പോൾ ഉണ്ട്, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. എന്നാ വണ്ടി ഒതുക്കടാ, അടുത്ത ഫ്ലൈറ്റ് എടുക്കടാ. ബാംഗ്ലൂർ ഫ്ലൈറ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഇച്ചിരി കൂടിപ്പോയി, ഒരു കാര്യം ചെയ്യും, വേഗം മലേഷ്യക്ക് വിട്ടോളാൻ. നേരെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യക്ക് പോയി. മലേഷ്യ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഇതിന് ചികിത്സയില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചാക്കോച്ചൻ വീണ്ടും എവിടെ വന്നു? കുഴിത്തുറയിൽ വന്നു. അപ്പൊ ഇല്ല, അമ്മച്ചി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ദേ ആ ചർച്ചിൽ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോയാലോ? എന്നാ പിന്നെ ഒന്ന് പോകാം. അതല്ലേ മനുഷ്യൻ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇവന്റെ പിറകെ നടന്ന് തമ്പുരാൻ വിളിക്കും, ഇവൻ വരൂല. കണ്ണും കരളും കിഡ്നിയും ഒക്കെ അടിച്ചു IC യൂണിറ്റിൽ കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പാസ്റ്ററെ തപ്പി നടക്കുന്നത്. എടാ മനുഷ്യന്മാരെ, ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം പറയുന്നത് കേക്ക്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം നിന്റെ പിറകെ നടന്ന് വിളിക്കുക, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് വാ. കണ്ണും കരളും കിഡ്നിയും ഒക്കെ അടിച്ചു പോയിട്ട് ഉപദേശം തപ്പി നടക്കാതെ ആരോഗ്യത്തോടിരിക്കുമ്പോൾ തമ്പുരാൻ നിന്റെ പുറകെ നടന്ന് വിളിക്കുക, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വാ, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വാ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. എല്ലാം അറിയാമെന്ന ചിന്ത, പക്ഷെ ഒന്നും അറിയത്തില്ല. എന്നിട്ട് അവരെന്താ ചെയ്തത്? അടുത്ത വാക്കൊന്ന് വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ശ്രദ്ധിച്ചേ, സർവശക്തനായ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന്മാരാർക്ക് കൊടുക്കാൻ തുടങ്ങി? സ്രഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ദൈവം എന്ന് വിളിച്ചു.
ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചു. ആർക്കൊക്കെ? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയ്ക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടി വെച്ചാണ് മഹത്വം കൊടുക്കുന്നത്. അറിയാമോ? നാൽക്കാലി ആരാ? കുതിര. മനുഷ്യൻ അതിൻ്റെ പുറത്ത്, ഇഴജാതി കീഴെ, പാമ്പ്. ഇപ്പൊ പറവജാതിയോ? പടത്തിലോട്ട് നോക്കിയാൽ കാണാം ഈ ഇഴജാതിക്ക് 2 ചിറക് വരച്ചു വെച്ചിട്ടുണ്ട്. കുന്തവും കൊണ്ട് ഇങ്ങനെ, കണ്ടിട്ടില്ലേ? ഇവിടെ ഒന്നും ഇല്ലയോ? ഗീവർഗീസ് അണ്ണൻ, മനസ്സിലായോ? സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, അവർ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു. മനുഷ്യന്മാരെ പിടിച്ച് ദൈവങ്ങളാക്കി, ആൾ ദൈവമാക്കി മഹത്വം കൊടുത്തു. നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു, പറവജാതിക്ക് മഹത്വം കൊടുത്തു, ഇഴജാതിക്ക് മഹത്വം കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇഴജാതിയും പലർക്ക് എന്തുവാ ദൈവം. ഈ പാമ്പ് ചിലർക്കൊക്കെ എന്തുവാ ദൈവം. പക്ഷെ ദൈവം വീട്ടിൽ വന്നാലോ? ബാബ സുരേഷിന് അല്ലേ? ദൈവ സ്നേഹമല്ലേ? അല്ലേ? ആ, ദൈവ സ്നേഹമല്ലേ? അപ്പൊ ദൈവ സ്നേഹം കൊണ്ട് അന്വേഷിക്കാൻ വന്ന എല്ലാ വർഷവും എൻ്റെ അടുത്ത് വരുന്ന രമണി ഇപ്രാവശ്യം വന്നില്ലല്ലോ, രമണിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്നേഹത്തോടെ വീട്ടിൽ വന്നതാ. അപ്പൊ രമണി താണ്ട കാറിൽ കൂവി വാവാ സുരേഷിനെ വിളിച്ചു. ഇതൊക്കെ തിരിച്ചറിയാൻ ഡിഗ്രി വേണോ? തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടായാൽ പോരെ? ഡിഗ്രി വേണോ? സത്യദൈവത്തെ തിരിച്ചറിയാൻ ഡിഗ്രി കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല, പഠനം കൊണ്ടല്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം മനുഷ്യന്മാരോട് വിളിച്ചു പറയുക. അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവർ സ്രഷ്ടാവിനെ മറന്നു. മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു. പകരം സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന വ്യർത്ഥമായ കാര്യങ്ങളെ വിടണം. ഹല്ലേലൂയ. മനുഷ്യൻ വ്യർത്ഥമായ കാര്യങ്ങൾ വിടണം. എന്താ വിടേണ്ടത്? സൃഷ്ടാവിനെ തിരിച്ചറിയണം. ഇന്ന് രാത്രി എന്തിനാ പണം മുടക്കി ഇങ്ങനൊരു യോഗം ഇവിടെ നടത്തുന്നെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ദേശത്തുള്ള ജനങ്ങൾ സൃഷ്ടാവിനെ അറിയണം, സൃഷ്ടിച്ചവനെ അറിയണം, ജീവനുള്ള ദൈവത്തെ അറിയണം, ജീവിക്കുന്ന ഒരു ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അതിന് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയാം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? പോരാ, ഉത്തരം പോരാ. ഒന്നുകൂടെ ചോദിക്കാം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? ഉറക്ക ഒന്നുകൂടെ. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കും, അതിൻ്റെ കൂടെ ഉത്തരം പറയണം. ഇതേപോലെ ഉറക്കെ പറയണം. മനുഷ്യരെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നതാര്? മനസ്സിലായില്ലേ? ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. എങ്ങനെ വേണോ അവൻ ഉണ്ടാക്കി തരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ആരുണ്ടാക്കി തരും? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഇവനാണ് ആരെ സൃഷ്ടിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടുത്തെ മന്ത്രിയായാലും MLA ആയാലും MP ആയാലും പണമുള്ളവനായാലും അംബാനി ആയാലും ഒരു രോഗം വന്ന ആശുപത്രി കൊണ്ടു ചെന്നാൽ അവനെ ചികിത്സിക്കുന്ന MBBS ഡിഗ്രി പഠിച്ച ഡോക്ടർമാര്
അവരെ കൊണ്ടാവുന്നത് മുഴുവൻ ചെയ്തിട്ട് ഒരു വാക്ക് പറയും, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം, സകലവിധമാകുന്ന ഡിഗ്രിക്കും മേലെയാണ് ദൈവം, സകലവിധമാകുന്ന പടച്ചാക്കുകൾക്കും മേലെയാണ് ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹേ ദേശമേ, ജീവനുള്ള ദൈവത്തെ അറിയണം, സൃഷ്ടാവിനെ അറിയണം. ഹല്ലേലൂയ. മനുഷ്യർ സൃഷ്ടാവിനെ അറിയണം, മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം. സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന മൂഢത്വം വിട്ടിട്ട് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാകുന്നു ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്ന സുവിശേഷം. മനസ്സിലായോ? അപ്പൊ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു, ജീവനുള്ള ദൈവത്തെ മറന്നു. മനുഷ്യൻ ദൈവത്തെ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അല്ലേ? നോക്കണം, എന്ത് കഷ്ടമാണെന്ന് നോക്കി. ഈ പീറ മനുഷ്യൻ, ഈ മനുഷ്യനാണ് പനി പിടിച്ച് വയ്യാണ്ടായാൽ ഒരു ചെറിയ വൈറസ്, കോവിഡ്, ഒരു സോപ്പ് കുമിളയ്ക്കകത്ത് ചത്തുപോകുന്ന സാധനം ഒന്ന് അകത്തോട്ട് കയറിയാൽ ചത്തുപോകുന്ന ഈ പീറ മനുഷ്യനാണ് സർവശക്തനായ ഈശ്വരനെ, സർവശക്തനായ പടച്ചവനെ, സൃഷ്ടാവിനെ അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്തൊരു പരാജയമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. മനുഷ്യൻ ഈ വ്യർത്ഥമായ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം. സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയുടെ പുറകെ പോകുന്ന മൂഢത്വം വിട്ടുകളഞ്ഞ്, വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ തിരിയണം എന്നുള്ള സുവിശേഷം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം ദേശത്തോട് വിളംബരം ചെയ്യുകയാണ്. ദേശവാസിയേ, നീ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലനും മമ്മദ് കുട്ടിയും ജോസഫ് കുട്ടിയും പേര് മാറാതെ സർട്ടിഫിക്കറ്റ് മാറാതെ ഒന്നിച്ചിരുന്ന സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉലകത്തിലുള്ളൂ. അതാണ് ഈ കാണുന്ന ദൈവസഭ. ഈ ദൈവസഭയ്ക്കകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, കളറില്ല, കൊടിയില്ല, രാഷ്ട്രീയമില്ല. അതിൻ്റെ അപ്പുറത്ത് സൃഷ്ടാവിനെ, സൃഷ്ടിയായ മനുഷ്യൻ ഒന്നിച്ചിരുന്ന സൃഷ്ടാവിനെ ആരാധിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അടുത്ത ചിന്ത, പാസ്റ്റർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡിഗ്രിയുള്ള മനുഷ്യർക്ക് പോലും ഇത് മനസ്സിലാകാത്ത? എന്താണ്? നമ്മുടെ നാട്ടിൽ ഡിഗ്രിയുള്ള മണ്ടന്മാരില്ലേ? എക്സിക്യൂട്ടീവ് മണ്ടൻ. ഡിഗ്രിയുള്ള മണ്ടന്മാരില്ലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല, ഇല്ലേ? ഞാൻ പറയാം ഒരു മണ്ടൻ്റെ കാര്യം. ഞാനൊരിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ, ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഫുട്പാത്തിൽ വന്ന് ഒരു ഷീറ്റ് എടുത്ത് ഇങ്ങനെ വിരിച്ചു ഫുട്പാത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഇവനൊരു ചെറിയ ബോക്സ് ഇതുപോലത്തെ, ഇത്രയൊന്നുമില്ല, ഇതിൻ്റെ ഒരു കുഞ്ഞു ബോക്സ്, ഇത്രയുള്ള ഒരു ബോക്സ് എടുത്ത് അവിടെ വെച്ചു. ഒരു മൈക്ക് എടുത്ത് കയ്യെ പിടിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, പരസ്യയോഗമായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം. എന്നാൽ മൈക്ക് മേടിച്ച് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ തൂണിൻ്റെ പിറകി ഇങ്ങനെ മാറി നിന്നു. ഇവനെല്ലാം സെറ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? ചെറിയ 4 പാത്രം, ഇത്രയുള്ള 4 ബൗൾ പാത്രം എടുത്ത് അവിടെ അങ്ങ് നിരത്തി വെച്ചു. എന്നിട്ട് ഈ ബാഗിൻ്റെ അകത്തുനിന്ന് കുറച്ച് മോതിരങ്ങൾ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഈ മൈക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അവൻ വിളിച്ച് പറയുകയാണ്, ശങ്കിച്ചിരിക്കേണ്ട, മടിച്ചിരിക്കേണ്ട സുഹൃത്തുക്കളെ, കടന്നു വരുവിൻ. അപകടം, അനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോകുന്ന പഞ്ചലോഹം മോതിരം 10 രൂപ. മനസ്സിലായില്ല? ശങ്കിച്ച് നിൽക്കേണ്ട, മടിച്ച് നിൽക്കേണ്ട സുഹൃത്തുക്കളെ, കടന്നു വരുവിൻ. അപകടം, അനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോകുന്ന പഞ്ചലോഹ മോതിരം 10 രൂപ. ഇപ്പം മനസ്സിലായി? അപ്പോഴാണ് ഞാനിത് കണ്ടോണ്ടിരുന്നിട്ട് അയ്യേ ഇതായിരുന്നു പരിപാടി എന്ന് അങ്ങനെ വിചാരിച്ചു. എന്തേലും ആട്ടെ. ഞാൻ ഇച്ചിരി നേരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ല പാൻറ്റും
കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു എക്സിക്യൂട്ടീവ് മണ്ടൻ, അവനാണ് എക്സിക്യൂട്ടീവ് മണ്ടൻ. ഇവൻ വരികയാണ്. ഇപ്പൊ വന്നിട്ട് ചോദിച്ചു, എന്താ വില? ഉടനെ അവൻ പറഞ്ഞു, 10 രൂപ സാർ, 10 രൂപ. അപകടം, അനർത്ഥം, ബാധം, ഭൂതം, പ്രേതം എല്ലാം മാറിപ്പോവും, പഞ്ചലോകം, 10 രൂപ, 10 രൂപ. ഇത് കേട്ടപ്പോൾ അവൻ എല്ലാം നോക്കിയിട്ട് ഒരെണ്ണം എടുക്കണ്ട, ഒരു മോതിരം 10 രൂപ കൊടുത്ത് മേടിച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ വിരലിലോട്ട് അങ്ങോട്ട് ഇട്ടച്ച് എന്തോ കിട്ടിയതുപോലെ ഇവൻ്റെ അവർ നടത്ത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ചു പോയി. കാര്യം എന്തെന്നറിയാവോ? ഈ വിൽക്കുന്നവൻ്റെ കയ്യിൽ 100 മോതിരമുണ്ട്, എന്നിട്ടും അവൻ എവിടാ? ഫുട്പാത്തിൽ. പോലീസുകാർ വന്ന് ആരുടെ അവിടെ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കെട്ടിക്കൊണ്ട് അവൻ്റെ അനർത്ഥം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരെണ്ണം മേടിച്ചിട്ടവൻ എന്തോ കിട്ടിയെന്ന് പറഞ്ഞ് പോകുന്ന പോക്ക്. അവനല്ലേ എക്സിക്യൂട്ടീവ് മണ്ടൻ, ഡിഗ്രി ഉള്ള മണ്ടൻ. അവൻ ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രം എടുത്തിങ്ങനെ നോക്കി. പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയേക്കാണ്, കോവിഡിൻ്റെ സമയം അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഞെരുങ്ങി നിൽക്കുക, കോവിഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിനകത്ത് എഴുതിയേക്കും, ധന ആകർഷണ ഭൈരവ യന്ത്രം. ധനം, പണം ആകർഷിച്ചു കൊണ്ടുവരുന്ന യന്ത്രം. കണ്ടപ്പോൾ സന്തോഷം. ഞാൻ നമ്പറിൽ വിളിച്ചു, ചുമ്മാ രസമല്ലേ. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ കോവിഡൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഞെരുക്കത്തിയിരിക്കുക, ഈ യന്ത്രം അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ പണം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ശരി, എത്ര രൂപ വിലയാന്ന് ചോദിച്ചു. ഒരെണ്ണം 5000 രൂപയേ ഉള്ളൂ. 5000 രൂപ. ഞാൻ പറഞ്ഞു, ഇത്ര യന്ത്രം കയ്യിലുണ്ടായിട്ടും നിങ്ങൾ ഇത് 5000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേ ഫോൺ വെച്ചു. ഇവൻ്റെ കയ്യിൽ ഇത്ര യന്ത്രം ഇരിപ്പുണ്ട്, എന്നാലും ഇവൻ ഫ്രീ ആയിട്ട് കൊടുക്കൂല. അവൻ ഫോൺ വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ പിണറായി സഖാവിന് ഒരെണ്ണം കൊടുക്കാൻ, കേരളത്തിന് കടം കൊണ്ട് നിൽക്കാൻ വയ്യ. ആമേൻ. അപ്പൊ എക്സിക്യൂട്ടീവ് മണ്ടന്മാരുണ്ട്. കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഈ കാര്യങ്ങൾ ഇത്ര കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും ഒരു കൂട്ടം ആളുകൾക്ക് എന്താ പാസ്റ്ററെ ഇത് മനസ്സിലാകാത്തെന്നൊരു അത്ഭുതകരമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിനൊരു മറുപടി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എന്താ ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത്? 2 കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്രേ മറഞ്ഞിരിക്കുന്നു. അപ്പൊ കണ്ടോ, പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം കുറെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചേ, എന്താ മറഞ്ഞിരിക്കുന്നത്? സുവിശേഷം. എന്താ സുവിശേഷം? ജീവനുള്ള ദൈവം. അപ്പൊ ജീവനുള്ള ദൈവം ചില ആളുകൾക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ ആർക്കാ മറഞ്ഞിരിക്കുന്നെന്നാ വായിച്ചേ? നശിച്ചു പോകുന്നവർക്ക് എത്രയും മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ആരുടെ തലയിലാ ഇത് കേറാത്തെ? നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവരുടെ തലയിൽ ഇത് കേറൂല. നമ്മൾ ഇനി എങ്ങനൊക്കെ പറഞ്ഞു കൊടുത്താലും, ഒരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു കൊടുത്താലും, നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത പിശാച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരുത്തൻ്റെയും തലയിലേക്ക് ഇത് കയറുന്നില്ല. എന്തുകൊണ്ട് കയറുന്നില്ല? അടുത്ത വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ വെളിച്ചം, പ്രകാശം, സുവിശേഷത്തിന്റെ പ്രകാശം മനുഷ്യന്റെ അകത്തോട്ട്, മനുഷ്യന്റെ കുടുംബത്തോട്ട്, മനുഷ്യ ജീവിതങ്ങളിലേക്ക്, ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഈ വെളിച്ചം അകത്തോട്ട് ചെന്ന് അവനൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വരാതിരിക്കുവാൻ
മനുഷ്യൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ദൈവം അവൻ്റെ മനസ്സിനെ കുരുടാക്കി. പാസ്റ്ററെ, എന്താ പാസ്റ്ററെ ഈ ലോകത്തിൻ്റെ ദൈവം? അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. ആമേൻ. പാപം എന്ന് പറയുന്ന ഒരുത്തൻ ഈ ലോകത്തെ ഭരിക്കുന്നു. അവൻ്റെ പേരാണ് ഈ ലോകത്തിൻ്റെ ദൈവം. പാപം. മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. ആ ഇരുട്ട് പുറത്തു പോകണമെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രകാശം അകത്തോട്ട് ചെല്ലണം. ഇന്ന് ഈ ആരാധന നടക്കുന്ന ഹോളിൻ്റെ അകത്ത് ഇരുട്ടില്ലാത്തത് എന്താ? എന്താ? ഈ ഹോളിൻ്റെ അകത്ത് ഇരുട്ട് വരത്തില്ലേ? വരത്തില്ലേ? വരും. വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെളിച്ചം മുഴുവൻ ഓഫ് ചെയ്താൽ ഇവിടെ എന്ത് വരും? ഇരുട്ട് വരും. ഈ ഇരുട്ട്, വെളിച്ചം വന്നാൽ ഇരുട്ട് എന്ത് ചെയ്യും? വഴിമാറും. മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന് പറയുന്ന ഇരുട്ട് യേശു എന്ന് പറയുന്ന വെളിച്ചം അകത്തോട്ട് വരുമ്പോൾ അകത്തു കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിൽ നിന്ന് അവൻ മനുഷ്യൻ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ ദേശത്ത് മാനിക്കപ്പെടുന്നത്, അവൻ ദൈവ മക്കളായി മാറുന്നത്, അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുന്നത്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ ഇത് വിളിച്ചു പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് മനുഷ്യൻ പാപിയല്ല. മനുഷ്യൻ പാപിയൊന്നുമല്ല. ഈ പാസ്റ്റർമാർ ചുമ്മാ പറയുന്നതാണ് മനുഷ്യൻ പാപിയാ. മനുഷ്യൻ പാപിയല്ലല്ലോ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ പാപിയുണ്ടോന്ന്. കടയടച്ചു പോയിട്ടെ കടയ്ക്ക് പൂട്ടിടൂ. എന്നിട്ട് ആ പൂട്ടി പിടിച്ചൊന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നത്. എന്നിട്ടും പുള്ളിക്ക് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ CCTV വെച്ചു കടയില്. എന്തിന്? മനുഷ്യൻ പാപിയായതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ സഹോദരിമാര് ചോദിക്കുക, രാത്രി ഉറങ്ങുമ്പോൾ കതകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടു, എന്നിട്ട് ഇപ്പൊ കതകിന്റെ പുറകിൽ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചേച്ചാണ് ഉറങ്ങുന്നതെന്ന്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? അല്ല, പിന്നെ ആരെ പേടിച്ച്? മനുഷ്യന്മാരെ പേടിച്ച്. പുലി ഇറങ്ങുമെന്ന് പേടിച്ചല്ല, ഇരുകാലി മനുഷ്യന്മാരെ ഭയന്നിട്ട്. ഒരു 10-11 മണി കഴിഞ്ഞാൽ ഒരു പെൺകുഞ്ഞിന് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരാനുള്ള ധൈര്യമില്ലാത്തത് പുലിയിറങ്ങുമെന്ന് പേടിച്ചല്ല, ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചിട്ട്. കാരണം വേദപുസ്തകം പറയുന്നു, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ പറയും, നീങ്ക சொன்னது ശരിതാ അല്ലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, മനുഷ്യൻ പാവിയാ. പക്ഷെ ഞാൻ അങ്ങനല്ല. അതെന്നാ? അല്ല, ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ലല്ലോ എന്ന്. ഇവിടെ അടുത്ത ഒരു ചേട്ടൻ ഒരു മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഉദാഹരണം, ഈ പാമ്പ് ഇന്നുവരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ കൊണ്ട് വെക്കുവോ? ഉണ്ടെന്നില്ല. ഇന്ന് വരെ കടിച്ചിട്ടില്ല. ഓക്കെ, ഇന്ന് വരെ കടിച്ചിട്ടില്ല എന്ന് കരുതി വായി കൈ കൊണ്ട് വെച്ചാൽ കടിക്കും. കടിച്ചാലോ ചാകും. ഇന്നുവരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് പറയരുത്. ആമേൻ. ഒരിക്കൽ കടിച്ചാൽ വിഷം പുറത്തു വരും. അതിൻ്റെ തെളിവാണ് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് സർക്കാരിൻ്റെ ഇരുമ്പഴിക്കകത്ത് കിടക്കാൻ കാരണം എന്താ? ഇന്നലെ വരെ അവർ നമ്മുടെ മുമ്പിൽ മാന്യന്മാരായിരുന്നു. ഇന്ന് അവരുടെ അകത്തിരുന്ന പാപത്തിൻ്റെ വിഷം പുറത്തു വന്നു. സകല മനുഷ്യൻ്റെയും ഉള്ളിൽ പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യൻ പാപത്തിലായി. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടിയ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി.
കാരണം പാപം അകത്ത് കയറി. ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു പറയാം, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടിയേറിയപ്പോൾ ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി, വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. മോക്ഷം തേടി മനുഷ്യൻ കിലോമീറ്ററോളം സഞ്ചരിക്കാൻ തുടങ്ങി. മോക്ഷം തേടി പുണ്യകർമ്മ ക്രിയാദി പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. മോക്ഷം തേടി അവൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. മോക്ഷം തേടി നരബലി നടത്താൻ മടിയില്ലാത്തവനായി മനുഷ്യൻ ഇന്ന് സാക്ഷര കേരളത്തിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ അലയുകയാണ്. ഓരോ പ്രാവശ്യവും മോക്ഷം തേടി കിലോമീറ്ററോളം അവൻ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചിട്ട് വരുന്നവനെ പിടിച്ചു നിർത്തി ചോദിക്ക്, ഹലോ ശങ്കരൻ ചേട്ടാ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല, അടുത്ത വർഷം പോണം. ആമേൻ. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല. മോക്ഷം കിട്ടുമോ? അറിയത്തില്ല. മനുഷ്യൻ മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു. മോക്ഷം തേടി യാഗപുണ്യ ക്രിയാദി കർമ്മങ്ങൾ ചെയ്യുന്നു. മോക്ഷം തേടി പൂജാതി ക്രിയകൾ ചെയ്യുന്നു. എവിടെ കിട്ടും മോക്ഷം? എവിടെ കിട്ടും ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം? ഈശ്വരന്മാരോട് അവൻ നിലവിളിക്കാൻ തുടങ്ങി. പുരാണങ്ങളിൽ ആ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തി. അസതോ മാം സദ്ഗമയ, തമസോ മാം ജ്യോതിർഗമയ, മൃത്യോ മാം അമൃതംഗമയ. അർത്ഥം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണം ഭഗവൻ എന്ന പുരുഷാരം ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ല റബ്ബേ എന്ന പ്രവാചകൻ ഈശ്വരനോട് നിലവിളിക്കുകയാണ്, സൃഷ്ടാവിനോട് നിലവിളിക്കുകയാണ്. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് കൊണ്ട് സർവ്വ മനുഷ്യനും പാപത്തിൽ നിന്ന് മോക്ഷം തേടി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിലെ സർവ്വ മനുഷ്യൻ്റെയും നിലവിളി കേട്ടുകൊണ്ട്, സർവ്വ മനുഷ്യൻ്റെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുത്ത് ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് അവൻ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നാസ്രത്തുകാരനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പിടിയിൽ നിന്ന്, ഇരുളിന്റെ പിടിയിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷിതിയിൽ ഇല്ലവേ ഇല്ല എന്ന് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷ യോഗം. അത് പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആമേൻ. യേശു ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചം ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നോ, അവൻ്റെ പേര് മാറാതെ, മതം മാറാതെ, സർട്ടിഫിക്കറ്റ് മാറാതെ, അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് നാളെ മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം നാളത്തേക്ക് ഞാൻ ബാക്കി വെക്കുകയാണ്. പാസ്റ്ററേ, നിങ്ങൾ പറഞ്ഞ ഈ ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണം? ഏത് ദേവാലയത്തിൽ പോകണം?
ഏത് സ്ഥലത്ത് പോയാൽ ഈ ദൈവത്തെ ഒന്ന് കാണാൻ പറ്റും? ഈ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ എവിടെ പോകണം? വേദപുസ്തകത്തിന്റെ മറുപടി അപ്പോസ്തലപ്രവൃത്തി 17:24 വാക്യം ഒന്ന് വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും, ആമേൻ, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. ആരാ? ഉണ്ടാക്കിയ ദൈവം. ജനം ഒന്ന് പറഞ്ഞേ, ആരാ? ഉണ്ടാക്കിയ ദൈവം. ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും, ഈ പായലിരിക്കുന്ന നിന്നെയും എന്നെയും ഉണ്ടാക്കിയ, പറ, ദൈവം. നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉണ്ടാക്കിയ ദൈവം അല്ലേ? ഈ ലോകവും ഇതിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പൊ ഈ ദൈവം ആരാ? സ്വർഗത്തിനും ഭൂമിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവമെന്ന് പറയുന്ന ആള് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇരിക്കുന്ന പുള്ളിയല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കയറി ഇരിക്കുന്ന പുള്ളി അല്ല. എല്ലാവരും കൂടെ വണ്ടി വിളിച്ചു ഇങ്ങോട്ട് പോവാന്ന് പറയാൻ അവിടെ പോയി ഇരിക്കുന്ന പുള്ളി അല്ല. നീ പറയുന്നതനുസരിച്ച്, മൂക്കിൽ ശ്വാസമുള്ള ഈ പീറ മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും കയറാനും ഇറങ്ങാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. ആമേൻ. നിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും. അതുപോലെ നീ പറയുന്നതൊക്കെ അനുസരിച്ച് നടക്കുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവ്. മനസ്സിലായോ? നീ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇരിക്കുന്നവനല്ല ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം കുടിയിരിക്കുന്നില്ല. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറ. ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. 2018 കേരളത്തിൽ പ്രളയം വന്നോ? ഒന്ന് ഉറക്കെ പറ. വന്നു. പ്രളയം വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും മാതാവും ഉൾപ്പെടെ ഉള്ളതെല്ലാം വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്തു? പറ. ഒഴുകിപ്പോയോ? പോയി. അപ്പൊ ചാക്കോച്ചൻ വെളിയിലിറങ്ങി രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആകാശത്ത് എന്തു വരുന്നു? ഹെലികോപ്റ്റർ വരുന്നു. അപ്പൊ ചാക്കോച്ചൻ ഇറങ്ങി നിന്നിട്ട്, ഹലോ ഹെലികോപ്റ്റർ പ്ലീസ്. അയ്യോ, എൻ്റെ ഗീവർഗീസ് ഇതോ പോകുന്നു, അവനെ ഒന്ന് രക്ഷിക്കെന്നാണോ പറഞ്ഞത്, അതോ എന്നെ രക്ഷിക്കണമെന്നാണോ പറഞ്ഞത്? എന്തുവാ പറഞ്ഞു? സത്യമേ പറയാവൂ. കൊച്ചുങ്ങൾ സത്യം പറഞ്ഞു. എന്നെ രക്ഷിക്കണമെന്നാ പറഞ്ഞല്ലേ? ഹെലികോപ്റ്റർ താഴോട്ട് ഇറങ്ങി വന്നു, ചാക്കോച്ചനെ രക്ഷിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ചാക്കോച്ചൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ ഗീവർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. ചാക്കോച്ചൻ ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന്. എങ്ങനുണ്ട്? പിള്ളേർ വരെ ചിരിക്കുക. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി വേണോടോ? വേണോ? തലയ്ക്കകത്ത് മൂള ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആരാന്ന് തിരിച്ചറിയണമെങ്കിൽ നിന്റെ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ അറിയാം. ആമേൻ. ഇതൊന്നുമല്ല ദൈവം. സകലത്തെയും നിർമ്മിച്ചൊരു ദൈവമുണ്ട്. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഒരു ചോദ്യം പുറത്തുള്ളവർക്ക് ചോദിക്കാം. അങ്ങനാണെങ്കിൽ പാസ്റ്ററെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കെട്ടിടത്തിലല്ലേ? അല്ലേ? ആണ്. നിങ്ങളെന്തിനാ കെട്ടിടത്തിൽ പ്രാർത്ഥിക്കുന്നത്? പറയാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കെട്ടിടത്തിലും യേശുവിനെ കുടിയിരുത്തിയിട്ടില്ല. ഉണ്ടോ? ഞാൻ നാളെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകുമ്പം കതകും ജനലും എല്ലാം പൂട്ടിയിട്ട് സെക്രട്ടറി, യേശുവേ ഞങ്ങൾ പോവുക, അടുത്ത ആഴ്ച വരാം കേട്ടോ, സൂക്ഷിച്ചിരിക്കണേ, കള്ളന്മാരൊന്നും മോട്ടിച്ചോണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ ഇവിടെ ഇരുത്തിയച്ചാണോ പോന്നേ? ആണോ?
അല്ല, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞവനാണ് ദൈവം. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കെട്ടിടത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ യേശു ഈ കെട്ടിടത്തിൽ കുടിയിരിക്കുകയല്ല, ഇറങ്ങിപ്പോകുന്ന എന്റെയും നിന്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ വസിക്കുവാനാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യം, വീണ്ടും സത്യം പറയൂ. പിള്ളേർ സത്യം പറയും, അതുകൊണ്ട് പിള്ളേരോട് ചോദിക്കാം. ആമേൻ. ഈ ലോകത്തിലുള്ള ഏത് ദൈവങ്ങൾ വേണമെങ്കിലും നിങ്ങളെടുത്തോ, എനിക്ക് ആ ദൈവത്തോടൊരു സങ്കടം പറയണം. ഓക്കെ? സങ്കടം പറയണമെങ്കിൽ ആ ദൈവം ഏത് ജില്ലയിലിരിക്കുന്നു, ഏത് പഞ്ചായത്തിലിരിക്കുന്നു, ഞാൻ വണ്ടിക്കൂലിയും കൊടുത്ത് ബസ്സും കയറി വണ്ടി ഓടിച്ച് അത് ഇരിക്കുന്നിടത്ത് പോയി സങ്കടം പറയണം. അല്ലേ? അല്ലേ? എന്നാൽ ഉലകത്തിൽ ഒരു ദൈവം മാത്രം പറഞ്ഞു, നീ എന്നെ തപ്പി ഞാൻ ഇരിക്കുന്നിടത്ത് വരണ്ട. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിന്റെ അടുക്ക വരാമെന്ന് പറഞ്ഞ ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ തപ്പി വരണ്ട, പരിമലയിലും വരണ്ട, കുരിശുമലയിലും വരണ്ട, ഒരു മലയിലും വരണ്ട. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ തപ്പി ആരും എങ്ങും പോകണ്ട. പ്രാർത്ഥിക്കുന്നതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം? നിങ്ങൾക്ക് ഇച്ചിരി ശാന്തമായിട്ട് പ്രാർത്ഥിച്ചൂടെ? നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ കൈയടിക്കുന്നത്? എന്തിനാന്ന്? നിങ്ങൾ കൈയടിച്ച് ദൈവത്തെയും കൂടെ പേടിപ്പിച്ച് ഓടിക്കുമല്ലോ എന്ന്. ഹല്ലേലൂയ. എന്നോട് ഒരിക്കൽ ഒരുത്തൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറ കൈയടിക്കുന്നേന്ന്. ഞാൻ അവനോട് പറഞ്ഞു, മമ്മൂട്ടി വന്നാൽ നിങ്ങൾക്ക് കൈയടിക്കാം, ചെണ്ട കൊട്ടാം. മോഹൻലാൽ വന്നാൽ കൈയടിക്കും, ചെണ്ട കൊട്ടും, ഗുണ്ടു പൊട്ടിക്കും. രജനീകാന്ത് വന്നാൽ ചെണ്ട കൊട്ടും, കൈയടിക്കും, ഗുണ്ടും പൊട്ടിക്കും. മമ്മൂട്ടി വന്നാൽ കൈയടിക്കാം, മോഹൻലാൽ വന്നാൽ കൈയടിക്കാം, രജനീകാന്തും വിജയും ഒക്കെ വന്നാൽ കൈയടിക്കാം. വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിക്കുന്നവന്റെ നടുവിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഇറങ്ങി വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം ശരീരത്തിലും ആത്മാവിലും അനുഭവിച്ചറിയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല, ചാടാതിരിക്കാൻ പറ്റത്തില്ല, തുള്ളാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അരികിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവ കുഞ്ഞുങ്ങൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ഞങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ കഴിയില്ല, പാടാതിരിക്കാൻ കഴിയില്ല. ജീവനുള്ള ദൈവം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണമെന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി ദേശത്തോട് മറുപടി പറയാം. എങ്ങും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണം. എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പാപമെന്ന കൂരിരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് എന്നെ വെളിച്ചത്തിലുള്ളവനാക്കി ഈ പട്ടണത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ കവാടം യേശുവിന് വേണ്ടി തുറക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, സൗജന്യമായി ഫ്രീ 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 ഇന്ന് രാത്രി സൗജന്യമായി നിന്റെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് നിന്നെ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല എന്ന് ദേശത്തോട് ഉച്ചത്തിൽ ഉറക്കെ വിളംബരം ചെയ്തുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്നത്തേക്ക് വിരാമം കുറിക്കുന്നു.